ക്രിസ്തുവിൽ പ്രിയരെ, നമുക്കിനി റൂത്ത് 3-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ ഓഡിയോ 3 പ്രാവശ്യം കേൾക്കുക. അധ്യായം 3. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? നീ ആരുടെ ദാസികളും ഒത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. എന്നാൽ അവന്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത്. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി. അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പുമാറ്റി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് എന്നവൾ പറഞ്ഞു. അങ്ങ് എന്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. യുവാക്കന്മാരെ, ധനികരോ ദരിദ്രരോ ആകട്ടെ, തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ. മകളെ, ഭയപ്പെടേണ്ട. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം. ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ. എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ഈ രാത്രി ഇവിടെ കഴിയുക. ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം. അവൻ അത് ചെയ്താൽ നന്ന്. ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക. അവൾ അവന്റെ കാൽക്കൽ കിടന്നു. അതിരാവിലെ ആളറിയുന്നതിനു മുൻപേ അവൾ എഴുന്നേറ്റു. ബോവാസ് പറഞ്ഞു, മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചുകൊടുത്തു. അവൾ നഗരത്തിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു, മകളെ, എന്തുണ്ടായി? അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകണ്ടെന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ തീരുമാനമാകും. പ്രിയരെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.